Hi and welcome to Vadyar Online Academy. Strength of Materials in മറ്റൊരു ലെക്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലെക്ചർ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതാനും MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഈ രണ്ട് ടോപ്പിക് നമ്മൾ രണ്ട് ഡിഫറെന്റ് വീഡിയോസിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ അറൗണ്ട് ഒരു 8 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന് അനുബന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വീഡിയോസും കാണാത്ത ആളുകളാണ് ഈ വീഡിയോ ഇപ്പോൾ കാണുന്നതെങ്കിൽ യു മേ റെഫർ ദ ഫസ്റ്റ് 2 വീഡിയോസ് ദ ലിങ്ക് ഓഫ് വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, സോ അത് ആദ്യം കണ്ടിട്ട് ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, സോ എന്നിരുന്നാലും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഇറ്റ് ഇസ് പോസിബിൾ ടു സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് സിമ്പിൾ ടു ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം വളരെ ബേസിക് ടോപ്പിക് ആണ്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ തന്നെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കുറച്ചൊരു ട്വിസ്റ്റിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ടോപ്പിക്കുകളിലുണ്ട്. ഓക്കെ, സോ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The dimension of strain is. So these are the different options: LT raised to -2, Newton per meter square, Newton, and the last option is dimensionless. Okay, so നമുക്കറിയാം strain എന്ന് പറയുന്നത് it is actually the ratio of change in dimension to the original dimension. ഞാനിവിടെ ലെങ്ത് എടുക്കുന്നെങ്കിൽ change in length to the ഒറിജിനൽ ലെങ്ത് ആണ് എന്ന് വെച്ചാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം യൂണിറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. I will move on to the second question, and the question states that a tensile test was conducted on a mild steel bar. The diameter and the gauge length of the bar was 3 cm and 20 cm respectively. The extension was 0.21 mm. What is the value of strain? Okay, ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സ്ട്രെയിൻ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലം ആണ്. You can solve this. You may pause the video, solve this, and try to figure out the answer from the given option. Okay, അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് വരാം. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് the tensile test was conducted on a mild steel bar. Okay, so MS steel bar ആണ്. നമുക്കൊരു സ്റ്റീൽ ബാർ വരച്ചു നോക്കാം. ഡയമീറ്റർ is 3 cm. Okay, so diameter തന്നിട്ടുണ്ട് 5, diameter is 3 cm. Okay, അതുപോലെ ഗേജ് ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. പക്ഷെ എക്സ്റ്റൻഷൻ MM-ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം MM-ലേക്ക് മാറ്റുകയാണ്. ഓക്കെ, സോ ഇത് 30 mm ആണ് ഡയമീറ്റർ. അതുപോലെ ലെങ്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 20 സെന്റിമീറ്റർ ആണ്, എന്ന് വെച്ചാൽ 200 mm ആണ്. അതുപോലെ ഇതിൽ ഉണ്ടാവുന്ന എക്സ്റ്റൻഷൻ, ഓക്കെ, അത് എക്സ്റ്റൻഷൻ ഈസ് ഗിവൺ ആസ് 0.21 mm. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും ക്വസ്റ്റിൽ തന്നുകൊണ്ട് തന്നെ യുവർ സ്ട്രെയിൻ ഈസ് ആക്ച്വലി ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് അറിയാം നമുക്ക് 0.21 ആണ്, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 200 ആണ്. സോ upon solving this you will get the answer as 0.00105, 0.00105, and it is unitless. Okay, so your option is B. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇറ്റ് വിൽ ഗെറ്റ് കോംപ്ലിക്കേറ്റഡ് ആസ് വി മൂവ് ഓൺ വിത്ത് ദ ക്വസ്റ്റ്യൻസ്. സോ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സ്ട്രെയിൻ ഈസ് എ ഫണ്ടമെന്റൽ ബിഹേവിയർ ഓഫ് എ മെറ്റീരിയൽ. സെക്കൻഡ് വൺ, സ്ട്രെയിൻ ഡസ് നോട്ട് ഹാവ് എ യൂണിറ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സ്ട്രെയിൻ ഡസ് നോട്ട് ഹാവ് എ യൂണിറ്റ്. ഓക്കെ, കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ എയിൽ പറയുന്നതാണ് ബോത്ത് 1 and 2 ആർ ട്രൂ. 2 is the correct explanation of 1. ബി പറയുന്നത് ബോത്ത് 1 and 2 ആർ ട്രൂ ബട്ട് 2 is not the correct explanation of 1. Again, സി ഓപ്ഷൻ പറയുന്നത് 1 is true but 2 is false. And ഡി പറയുന്നത് 2 is true but 1 is false. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? സ്ട്രെയിൻ ഇസ് എ ഫണ്ടമെന്റൽ ബിഹേവിയർ. ഓക്കെ, അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ ബിഹേവിയർ എന്ന് അറിയണം. ഓക്കെ, സോ സ്ട്രെയിൻ ആക്ച്വലി നമുക്കൊരു സ്ട്രെയിനിനെ ഒരു ലബോറട്ടറിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ് കംസ് അണ്ടർ ഫണ്ടമെന്റൽ ബിഹേവിയർ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഒരു സാധനമാണ് സ്ട്രെയിൻ. സോ യുവർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ.
അതുപോലെ strain does not have a unit. Yes, അതും കറക്റ്റ് ആണ്. And the second statement is also true. പക്ഷെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല അല്ലെ. ഫണ്ടമെന്റൽ ബിഹേവിയർ ആയത് അത് ഫണ്ടമെന്റൽ ബിഹേവിയർ എന്ന് പറയുന്നത് യൂണിറ്റ്ലെസ് ആയതുകൊണ്ടല്ല അതൊരു ഫണ്ടമെന്റൽ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ your option is B. Both 1 and 2 are true, but 2 is not the correct explanation of 1. Now let us move on to the next question, which is something like this. A tensile test was conducted on a steel bar. The gauge length of the bar was 10 centimeter and the extension was 2 mm. What will be the percentage elongation? Okay, so ഇവിടെ നമ്മളോട് കാണാൻ പറയുന്നത് percentage elongation എന്താണെന്നുള്ളതാണ്. And these are the options. You may pause the video and try to solve the question. Right, now we'll solve the question. So ഇത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? Percentage elongation ആണ്. Okay, so percentage elongation. Okay, so percentage elongation എന്ന് പറയുന്നത് it is actually your final length, ഞാൻ LF എന്ന് കൊടുക്കുകയാണ്, minus initial length divided by initial length into 100 will give you the percentage elongation. Okay, so final length എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 10 സെന്റിമീറ്റർ ആണ്. അത് mm ലേക്കാണെങ്കിൽ 100 mm ആണ്. അതിൽ വന്ന എക്സ്റ്റൻഷൻ 2 mm ആണ്. Right, so your final length is actually 102 mm minus initial length 10 centimeter അല്ലെങ്കിൽ 100 mm ആണ്, divided by initial length which is 100 into 100. Right, solve ചെയ്താൽ 100 ഞാൻ ക്യാൻസൽ ആക്കുകയാണെങ്കിൽ it is actually 2. So your percentage elongation is actually 2%. Okay, and that is the answer. Now we'll move on to the next question. So the question states that the property of a material by which it can be beaten or rolled into thin plates is called. Okay, ഒരു മെറ്റീരിയലിനെ അടിച്ച് പരത്താനോ അല്ലെങ്കിൽ റോൾ ചെയ്യാനോ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി. നമുക്കറിയാം, നമുക്ക് പിന്നെ നമ്മൾ പല ഫുഡ് മെറ്റീരിയൽസും നമുക്ക് എത്തുന്നത് ഒരു ഷീറ്റിൽ കവർ ചെയ്തിട്ടാണ്, അലുമിനിയം ഫോയിൽസിലൊക്കെ കവർ ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, അത് ഒരു മെറ്റീരിയലിന്റെ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി കാരണമാണ് നമുക്ക് അതിനെ ഒരു തിൻ ഷീറ്റുകൾ അല്ലെങ്കിൽ ഫോയിൽസോ ആക്കി മാറ്റാൻ പറ്റുന്നത്. അത് എന്ത് പ്രോപ്പർട്ടി ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ ഓപ്ഷൻസ്. ഓക്കെ, malleability, plasticity, ductility and elasticity. Okay, and the right answer is malleability. The property is called malleability. അത്തരം മെറ്റീരിയൽസ് malleable ആണ്. ഓക്കെ, ആൻഡ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്ന് മാത്രം. ഓക്കെ, ഡക്ടിലിറ്റി എന്ന് പറയുന്നത് തിൻ വയർ ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഡക്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇലാസ്റ്റിസിറ്റി അത് നമുക്കറിയാം, മെറ്റീരിയലിലെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് റീറ്റെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടീനാണ് നമ്മൾ, അല്ലെങ്കിൽ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിലുണ്ടാകുന്ന ഇലോങ്ങേഷനെ തിരിച്ച് ലോഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ എത്തുന്ന ആ പ്രോപ്പർട്ടീനാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. Correct. Now we'll move on to the next question. And the question is this. Which law is also called the elasticity law? Okay, ഏത് ലോ ആണ് ഇലാസ്റ്റിസിറ്റി ലോ എന്നും പറയുന്നത്? Okay, and the options are Bernoulli's law, Stress law, Hooke's law and Poisson's law. Okay, and the correct answer is Hooke's law. Okay, elasticity law എന്ന് പറയുന്നത് within elastic limit valid ആയിട്ടുള്ള ലോ ഏതാണെന്നാണ്, അല്ലെങ്കിൽ within the limit of proportionality valid ആയിട്ടുള്ള ലോ ഏതെന്നാണ് ചോദ്യം. Okay, and it is Hooke's law. Hooke's law പറയുന്നത് your stress is directly proportional to strain for ഏതാണ് for an elastic material, elastic, isotropic and homogeneous material. Okay, homogeneous, for an elastic, isotropic and homogeneous material the stress is directly proportional to strain എവിടം വരെ within the limit of proportionality. Limit of proportionality. Stress is directly proportional to strain within the limit of proportionality. Okay, so this is your Hooke's law. Therefore your elasticity law is your Hooke's law. Now moving on to the seventh question. The materials which have the same elastic properties in all directions are called. Okay, so these are the options: isotropic, brittle, homogeneous and hard.
You may pause the video and find the answer. Okay, so the answer is isotropic. The material which have the same elastic properties. So if you take a material, in that material, if the properties, if you take it in any direction, okay, ഏത് ഡയറക്ഷനിലേക്ക് ഞാൻ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിലും, if the properties are same, okay, in all the direction, the material is called isotropic. Okay, brittle എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽ ആണ് അല്ലേ. ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് പൊട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ചോക്ക് പീസ്, ഇറ്റ് കംസ് ആസ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ. ഹോമോജീനിയസ് എന്ന് പറയുന്നത്, സി ഇഫ് നമ്മൾ ഏതൊരു പോയിന്റ് എടുക്കുമ്പോഴും അവിടെ എല്ലാം ഹോമോജീനിയസ് കോമ്പോസിഷൻ ആണെങ്കിൽ, എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഇറ്റ് ഇസ് സെയിം, ഓക്കെ, യൂണിഫോം ആണ്, അല്ലെങ്കിൽ എല്ലാ ഡിഫറെന്റ് പോയിന്റ്സിലുള്ള നമ്മൾ ഡിഫറെന്റ് റാൻഡം ആയിട്ട് ഡിഫറെന്റ് പോയിന്റ്സ് പിക്ക് ചെയ്യുമ്പോഴും അവിടെ എല്ലാം പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ, ദെൻ ദാറ്റ് മെറ്റീരിയൽ ഇസ് ആക്ച്വലി എ ഹോമോജീനിയസ് മെറ്റീരിയൽ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പഠിക്കുന്നത് എല്ലാം ഹോമോജീനിയസ്, ഐസോട്രോപിക് ആൻഡ് ഇലാസ്റ്റിക് മെറ്റീരിയലിനെ കുറിച്ച് മാത്രമാണ്. Okay, so keep that in mind. So we'll move on to the next question, which is your 8th question. As the elastic limit reaches tensile strain. Okay, so this is an interesting question. നമ്മൾ elastic limit എത്തുമ്പോൾ tensile strain എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. Okay, so these are the options: increases more rapidly, decreases more rapidly, increases in proportion to the stress, decreases in proportion to the stress. It increases more rapidly. Okay, so up to the elastic point, ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത്തരത്തിലൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സ്ട്രെസ്സും സ്ട്രെയിനും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എ മൈൽഡ് സ്റ്റീൽ ഇഫ് യു കൺസിഡർ എ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, so up to elastic limit the stress is directly proportional to strain, right? Beyond that, up to proportionality limit, okay, അതിനുശേഷം തന്നെ ചെറിയ there is a small dip up to the elastic limit എടുക്കുമ്പോൾ അല്ലേ. സോ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ദിസ് മൂവ്സ് ടു ഹയർ ഡിസ്റ്റൻസ് ഇൻ സ്ട്രെയിൻ. ഓക്കെ, നൗ സിമിലർലി ഇതിന് ശേഷം ഞാൻ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ചെറിയ ഡിപ്പിന് ശേഷം പിന്നെ ഇത് വരുന്ന ഒരു പ്ലാസ്റ്റിക് റീജിയനിലേക്കാണ്. സോ ഓൾമോസ്റ്റ് ഫോഴ്സസ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നില്ല, വളരെ ഒരു മൈന്യൂട്ട് ഫോഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സ്റ്റിൽ the strain increases. That means the tensile strain increases more rapidly because it moves to a new region called the plastic region. Correct. Therefore, the answer is A. It increases more rapidly. Now, the next question is which point on the stress strain curve occurs after the proportionality limit? Already, we question answer ചെയ്തു കഴിഞ്ഞു. The options are upper yield point, lower yield point, elastic point, and the ultimate point. And the right answer is elastic limit. Okay, just after proportionality limit, you will find elastic limit. Now the 10th question, which point on the stress strain curve occurs after the ultimate point? Okay, after the ultimate point. Okay, so these are the different options: last point, breaking point, elastic limit, and the material limit. And the right answer is breaking point. After the ultimate point, you have the breaking point. Now the 11th question is where is the necking region? Okay, so we have discussed this in detail in the previous lecture. So these are the different options: the area between lower yield point and upper yield point, the area between plastic limit and elastic limit, the area between the ultimate point and initial point, the area between the ultimate point and the rupture point. Okay, so necking എന്ന് പറഞ്ഞ phenomenon start ചെയ്യുന്നത് ultimate point എത്തുമ്പോഴാണ്. Okay, so necking region എന്ന് പറയുന്നത് ultimate point നിന്ന് rupture point വരെയുള്ളതാണ്. Therefore, the apt answer is, correct answer is your option D. Now let us move on to the 12th question. Limit of proportionality depends on. So these are the options: area of cross section, type of loading, type of material, and the last option, all of the mentioned. This is a tricky question. You may pause the video, think for a while, and answer the question. And the correct answer is area of cross section. Okay. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ ഒരു മെറ്റീരിയലിന്റെ കേസാണ്, ഒരു സിംഗിൾ മെറ്റീരിയലിനെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്, യു ക്യാൻ സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. ഓക്കെ, പിന്നെ രണ്ട് ഓപ്ഷൻസ്, ഒന്ന് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഔട്ട് ഓഫ് ദാറ്റ്
type of loading does not depend upon the proportionality limit. Okay, proportionality limit എന്നല്ല ഏതൊരു ലിമിറ്റിനെയും type of loading does not depend. Okay, and the last option is the area of cross section. If the area of cross section is higher, you will get a ഒരു വലിയൊരു area of cross section വരികയാണെങ്കിൽ the limit of proportionality will increase for sure. And if the area of cross section is very less, നമുക്കറിയാം അത് പെട്ടെന്ന് പൊട്ടിപ്പോകും അല്ലെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞു പൊട്ടും, and therefore the limit of proportionality will be at a lower point. Okay, basic നമുക്ക് ഈവൻ നമുക്ക് ഇമാജിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ആൻസർ മാത്രം. പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് വെദർ ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കൂടെ അതിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, ഓർ ഓൾ ഓഫ് ദ മെൻഷൻ എന്നുള്ള ഓപ്ഷനിലേക്കും ചിലപ്പോൾ നമ്മളെ ശ്രദ്ധ പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. Your correct answer is area of cross section. Now the 13th question is percentage reduction in area performing tensile test on cast iron may be of the order of. Okay, so these are the options: 50%, 25%, 20%, and 30%. Okay, so here solution, it is purely based on the experimental data, and the correct answer is 20%. Okay, ഇതിൽ വേറെ സൊല്യൂഷൻ ഒന്നും വരുന്നില്ല. The experimental data base ചെയ്തിട്ടാണ്. The answer is 20%. 14th question, which of the following material is most elastic? These are the options: rubber, glass, brass, and steel. And the correct answer is steel. Okay, because it is having a higher Young's modulus. Higher the Young's modulus, higher is the elasticity, and steel is having a higher Young's modulus compared to brass, compared to glass and rubber. Okay, therefore steel is the correct answer. Moving on to the 15th question. In a nominal stress strain curve, the breaking stress as compared to ultimate stress is. There are different options: more, less, same, and D depends upon composition. Okay, you may pause the video and solve the question and come back. And the right answer is less. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഇവിടെ പറഞ്ഞത്? വെറും സ്ട്രെസ് സ്ട്രെയിൻ കർവ് അല്ല, നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഓക്കെ, നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, നോമിനലിന് വേറൊരു പേരുണ്ട്, നോമിനൽ ഓർ എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. എഞ്ചിനീയറിംഗ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ കർവ്. സോ എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒരു മൈൽഡ് സ്റ്റീലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഇതാണ് അൾട്ടിമേറ്റ് പോയിന്റ്, ഇതാണ് റപ്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, therefore your rupture stress is less than your ultimate stress. പക്ഷേ ഇതൊരു ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആയിരുന്നെങ്കിൽ, നമ്മളോട് ചോദിച്ചത് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആയിരുന്നെങ്കിൽ ഇത് ഇത്തരത്തിലായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെ ആവുന്ന കേസിൽ റപ്ചർ പോയിന്റ് ഹയർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആയതുകൊണ്ട് യുവർ കറക്റ്റ് ആൻസർ ഈസ് ലെസ്. And option B is your correct answer. 16th question. The impact strength of a material is an index of its. There are different options: toughness, tensile strength, hardness, and fatigue strength. And the right answer is toughness. Okay, so impact is നമ്മൾ ലാബിൽ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബിൽ തന്നെ ഒരു ഇമ്പാക്ട് ടെസ്റ്റ് നടത്താറുണ്ട്. ഇറ്റ് ഇസ് ആക്ച്വലി ഡൺ ടു ഫൈൻഡ് ഔട്ട് ദ ടഫ്നെസ്. ഓക്കെ, സോ ടഫ്നെസ് ഇസ് ആക്ച്വലി the amount of energy stored in a material just before the fracture occurs. എന്ന് വെച്ചാൽ പൊട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ആ മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിനാണ് ടഫ്നെസ് എന്ന് പറയാം. ആൻഡ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഇമ്പാക്ട് ടെസ്റ്റിലാണ്. ഒരു ഹൈ മൂവിങ് സാധനം വെച്ചിട്ട് ഇമ്പാക്ട് ചെയ്യിച്ചിട്ട് ഒരു ഇമ്പാക്ട് ലോഡ് കൊടുത്തിട്ട് ആണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. ഐസോ ടെസ്റ്റ് അല്ലെങ്കിൽ ചാർപി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ രണ്ട് ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടഫ്നെസ് മെറ്റീരിയലിന്റെ കണ്ടെത്തുന്നത്. ഓക്കെ, so the impact strength of a material is an index of its toughness. Okay, the option A is your correct answer. 17th question. If the radius of the wire stressed by the load is doubled, then it's Young's modulus. Okay, സോ നമ്മുടെ കയ്യിലുള്ള ഒരു വയറിന്റെ റേഡിയസ് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യങ്സ് മോഡുലസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. Young's modulus will be doubled is the first option, will be halved is the second option, becomes 4 times is the third option, and remains unaffected is the fourth option. In the correct step, you may pause the video and
solve this and come back. Okay, and the correct answer is it remains unaffected, because Young's modulus is the property of the material and it is unaffected whether its radius is doubled or tripled or whatever changes you make on the radius. 18th question. Stress strain analysis is conducted to know which of the following properties of the material: A. Physical properties, B. Optical properties, C. Mechanical properties, and D. Magnetic properties. The correct answer is, obviously, it is mechanical properties. And therefore, the correct answer is option C. 19th question states that true stress experienced by a material is dash than the engineering stress at a given load. And the options are lower, higher, equal, or lower. And the answer is higher. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ലെക്ചർ വീഡിയോയിൽ കവർ ചെയ്തൊരു കാര്യമാണ്, your true stress is actually equal to sigma into 1 plus strain ആണ്, right? So true stress എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ നോമിനൽ സ്ട്രെസ് ഇൻറ്റു 1 പ്ലസ് നോമിനൽ സ്ട്രെയിൻ ആണ്. 1 പ്ലസ് നോമിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ 1 പോയിന്റ് സംതിങ് എന്നുള്ള ഒരു വാല്യൂയിലേക്ക് എത്തും മിനിമം, റൈറ്റ്? സോ ഇൻറ്റു സം one a higher value, 1 point something വന്നാൽ തന്നെ that becomes a higher value into some constant strain value multiply ആണെങ്കിൽ you will get a higher value. Therefore your sigma t will always be higher than your sigma, അല്ലെങ്കിൽ nominal stressനേക്കാൾ എപ്പോഴും higher ആയിരിക്കും true stress. Okay, therefore the correct answer is your option B, higher. Moving on to the next question. Which of the following statements is correct? The current statement: the stress is pressure per unit area, strain is expressed in mm, Hooke's law holds good up to the breaking point, stress is directly proportional to strain up to the proportionality limit. So the kind of options of first case, you may pause this video and solve the question. Okay, the correct answer is your option D, where it states stress is directly proportional to strain up to the proportionality limit, അല്ലെങ്കിൽ limit of proportionality. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഇസ് പ്രഷർ പെർ യൂണിറ്റ് ഏരിയ ആണ് പറയുന്നത്, അല്ലെ? വിച്ച് ഇസ് ഇൻകറക്റ്റ്. പ്രഷർ പെർ യൂണിറ്റ് ഏരിയ അല്ല, റൈറ്റ്? സ്ട്രെയിൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ mm, which is again incorrect കാരണം strain is unitless. Hooke's law holds good up to the breaking point. No, it is not correct. It holds good only up to the proportionality limit. Okay. Now the next question is the ratio of linear stress to linear strain is called. There are different options: modulus of rigidity, modulus of elasticity, bulk modulus, and Poisson's ratio. And the correct answer, before going to the correct answer, you may pause the video and solve the question. And the correct answer is modulus of elasticity. Okay, tensile stress to tensile stress to tensile strain, അല്ലെങ്കിൽ compressive stress to compressive strain, അല്ലെങ്കിൽ in general you can say linear stress to linear strain, അല്ലെങ്കിൽ longitudinal stress to longitudinal strain. The ratio of all those things is called a modulus of elasticity, or it is otherwise called Young's modulus. Okay, modulus of rigidity, bulk modulus, Poisson's ratio എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കിടക്കുന്നില്ല. ഓക്കെ, 22nd question is proof stress is, okay, we have different option. Is the safe stress, B, causes specified permanent deformation in a material, usually 0.1% or less, C, is used in connection with acceptance test with materials, and the option D, does not exist. Okay, എന്താണ് proof stress എന്നാണ് ചോദ്യം. Okay, so you may pause the video and try to find out the answer. And the correct answer is option B. Okay, proof stress cause a specified permanent deformation in a material, usually 0.1% or less. എന്താണെന്ന് ചോദിച്ചാൽ for materials like aluminum and all, അലുമിനിയത്തിൻ്റെ ഒക്കെ കേസിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഫോർ അലുമിനിയം, ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഇത്തരത്തിലാണ് ഉണ്ടാവുക. ഓക്കെ,
സോ ഇതിന്റെ കേസിൽ നമുക്ക് അതിന്റെ yield സ്ട്രെസ് കണ്ടെത്താൻ കഴിയില്ല. റൈറ്റ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിൽ ടേക്ക് സം 0.2% or 0.1% ഓഫ്സെറ്റ് ഫ്രം ദിസ് പോയിന്റ് ആൻഡ് വിൽ extend this to the curve, stress strain curve, and the point where it meets is called we'll take it as this point is actually, this is your proof stress. Okay, now this is called your proof stress, the point where it meets. Okay, so നമ്മൾ yield stress ന് corresponding ആയിട്ട് ഇത്തരം കേസുകളിൽ എടുക്കുന്നതാണ് proof stress എന്ന് പറയുന്നത്. Okay, so that is explained here, and the correct answer is option B. Okay, so B is your correct answer. Now moving on to the next question, 23rd question. If a material is heated up, its elastic modulus will. There are different options: decrease, increase, remains constant, and none of the above. If a material is heated, what will happen to its Young's modulus? You may pause the video and try to answer the question. And the correct answer is it decreases. Why? Because we know that your Young's modulus is actually the ratio of linear stress to linear strain, or tensile stress to tensile strain, or compressive stress to compressive strain. Okay, so when a material is heated, okay, ഒരു മെറ്റീരിയൽ നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മെറ്റീരിയൽ സോഫ്റ്റ് ആവും. ഒരു മെറ്റീരിയലിനെ ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ the material will become soft. സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ for a given load the material will elongate more, അല്ലെ, കൂടുതൽ വലിയും. അപ്പൊ എന്തായി? You will get a higher strain. When the strain increases, what happens is your Young's modulus decreases. Okay, therefore the correct answer is your option A, your elastic modulus value decreases. Moving on to the last question. That question is as follows: a copper rod with an initial length L0 is pushed by a force. The instantaneous length of the rod is given by L is equal to L0 into 1 plus 2 e raised to 4t, where t represents time. True strain rate at t is equal to 0 is. We have different option. Option A 1 by 3, option B 8 by 3, option C 4 by 3, and option D 2 by 3. The കുറച്ചൊരു time taking problem ആണ്. You may pause the video and solve the question. And the correct answer is 8 by 3. ഇതെങ്ങനെ വന്നു എന്നുള്ളതായിരിക്കും മെജോറിറ്റി ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. സോ ഫോർ ദാറ്റ്, സോ ദിസ് ഈസ് യുവർ സൊല്യൂഷൻ. ഓക്കെ, നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കോപ്പർ റോഡ് വിത്ത് എൻ ഇനീഷ്യൽ ലെങ്ത് L0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ ലെങ്ത് L0 ആണ്. ഓക്കെ, സോ ഇനീഷ്യൽ ലെങ്ത് ഇസ് L0 is pulled by a force. The instantaneous length of the rod is given by. Okay, instantaneous length കിട്ടേണ്ട ഒരു അതിന്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, L is equal to L0 into 1 plus 2 e raised to 4t എന്ന് പറയുന്നത്, where t represents time. True strain at t is equal to 0. t is equal to 0 അല്ലെ ട്രൂ സ്ട്രെയിൻ ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് എപ്പോഴും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ഇത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും എന്താണ് ഫൈനൽ കാണേണ്ടത് അതിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ട്രൂ സ്ട്രെയിൻ. ഓക്കെ, ട്രൂ സ്ട്രെയിൻ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ആണ്. കറക്റ്റ്. സോ ട്രൂ സ്ട്രെയിൻ ഈസ് ആക്ച്വലി ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഇൻസ്റ്റന്റേനിയസ് ലെങ്ത് ആണ്. ഓക്കെ, ഇതാണ് ട്രൂ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണണമെങ്കിൽ എന്ത് വേണം? ചേഞ്ച് ഇൻ ലെങ്ത് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 കാണണം. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ലെങ്ത് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 കാണണം. നമുക്ക് ആദ്യം ഇൻസ്റ്റന്റേനിയസ് ലെങ്ത് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 കാണാം. സോ അതിനാണ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ലെങ്ത്തിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. L is equal to L0 into 1 plus 2 e raised to 4t. Okay, now instantaneous length at t is equal to 0 കാണാൻ എന്ത് മതി? t 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ at t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? L is equal to 3L0 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റന്റേനിയസ് ലെങ്ത് എന്ന് പറയുന്നത് 3L0 ആണ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് ലെങ്ത് 3L0. ഇനി നമുക്ക് അതുപോലെ ചേഞ്ച് ഇൻ ലെങ്ത് കാണണം. ചേഞ്ച് ഇൻ ലെങ്ത് കാണോ എന്ന് പറയുമ്പോൾ വേരിയേഷൻ ഓഫ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. എന്ന് വെച്ചാൽ എന്ത് മതി? എനിക്ക് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുത്താൽ മതി. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? L0 into 8 e raised to 4t എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ എനിക്കിത് കിട്ടും. റൈറ്റ്. അതും എന്താ കാണേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് ലെങ്ത് അറ്റ് t is equal to 0 ആണ് കാണേണ്ടത്. സോ ഫോർ ടൈം t is equal to 0 എന്തായി? ഇത് t equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് 8L0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ട്രൂ സ്ട്രെയിൻ അറ്റ് t is equal to 0 എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് 8
L naught divided by 3 L naught ആണ്. L naught cancel ചെയ്യുകയാണെങ്കിൽ you will get the answer as 8/3. So that's it. ഇത്രയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അടുത്ത ലെക്ചർ വീഡിയോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ ഒരു ലെക്ചർ വീഡിയോ ആയിരിക്കും. So stay with Vadiyar Academy. You'll get some exciting videos, and please do subscribe our channel if not subscribed, and then there is also a link for the Telegram channel given below. Please go and visit our channel. You'll get other materials. Okay, PSC preparation വേണ്ടിയിട്ടുള്ള മറ്റ് മെറ്റീരിയൽസും എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽസ് ഉണ്ടാവും. So please visit our Telegram channel and subscribe to the Telegram channel. Okay, so thank you one and all.